ഇന്ന് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ 4 പേരും കൂടി അതുകൊണ്ട് തന്നെ പുറത്ത് പോയി ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയത് ഹൈലൈറ്റ് മാളിലേക്കാണ്. അപ്പോൾ ചെറിയൊരു ഷോപ്പിങ്ങും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഡിന്നറിലേക്ക് വരുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആദിത്യൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആദിത്യൻ്റെ ഡേ ആയതുകൊണ്ട് ആദിത്യന് ഇഷ്ടപ്പെട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ ദിവസം കേട്ടോ. അപ്പോൾ അവൻ്റെ ഇഷ്ടപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ഫുഡ് തന്നെയാണ്. അപ്പോൾ അത് ഞങ്ങൾ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. അവന് ഇഷ്ടപ്പെട്ട ഫുഡുകൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അവന് ഇഷ്ടപ്പെട്ടത് ചിക്കനും KFCയും അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ നോർമൽ KFC ചിക്കനും ചിക്കനും ഒക്കെ കഴിച്ച് നമുക്ക് മടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം പോയത് പോപ്പായ്സിലേക്കാണ് കേട്ടോ. അപ്പോൾ വെറൈറ്റി ഫ്ലേവറിലുള്ള പലതരം ഫ്ലേവറിലുള്ള ചിക്കനൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ 6 ടൈപ്പാണെന്ന് തോന്നുന്നുണ്ട് ഉള്ളത്. അപ്പോൾ എല്ലാ ടൈപ്പിൽ നിന്നും ഞങ്ങൾ ഓരോ 4 പീസ് വീതം വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാ ഫ്ലേവറുകളും ടേസ്റ്റ് ചെയ്ത് നോക്കി. എല്ലാവരും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല എന്താ പറയുക, എരിവുള്ളതും എരിവില്ലാത്തതും മധുരമുള്ളതും അങ്ങനെ പല ഫ്ലേവറുകളിലുള്ള പോപ്പൈസ് ചിക്കനൊക്കെ കഴിച്ചു. അപ്പോഴേക്കും അത് കഴിക്കണതിൻ്റെ ഇടയിൽ അടുത്ത ഓർഡറുകളൊക്കെ ആദ്യം പാസ്സാക്കണുണ്ട് കേട്ടോ. നമുക്ക് ബർഗർ മേടിക്കണം, ബിരിയാണി മേടിക്കണം, അങ്ങനെയൊക്കെ കുറേ ഓർഡറുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനധികം ചിക്കനൊന്നും കഴിക്കാത്ത ആളാണെന്നുണ്ടെങ്കിലും ഞാൻ ഈ പോപ്പൈസിലെ ചിക്കൻ അടിപൊളി ടേസ്റ്റിയാണ്, നല്ല ജ്യൂസാണ്. നമ്മുടെ സോസോ മയോണീസോ അതൊന്നും വേണ്ട, നമുക്കിത് ഇങ്ങനെ അടിപൊളിയായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ ഫ്ലേവർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ വെനസ്ഡേ ഓഫറൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. 399 രൂപയ്ക്ക് 12 പീസ് കിട്ടും നമുക്ക്. അപ്പോൾ ഓഫറുകളൊക്കെ ഉണ്ട്. അപ്പോൾ വെനസ്ഡേ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് എല്ലാ ഫ്ലേവറുകളും നമുക്ക് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. 399 രൂപയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതേ ഞങ്ങൾ ചിക്കനും ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്തത് പോയത് ബർഗർ കിങ്ങിലേക്കാണ് കേട്ടോ. അവിടെ പോയി ഞങ്ങളിതേ ആദിത്യന് എന്തൊക്കെയോ ഓർഡർ ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ പോയി ഇരിക്കുകയാണ്. ആദിത്യനും മീനാക്ഷിയും കൂടി അനുവേട്ടനും കൂടി എന്തൊക്കെയോ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പ മുമ്പിലൊന്നും ആദ്യം വേണ്ട കേട്ടോ. ഒക്കെ കട്ട് ചെയ്യേണ്ടി വരും, ഒന്നും ഇടേണ്ടതില്ല. മതി കേട്ടോ, അതിന് മതി എൻ്റെ. ഓഹോ ഇതില്ല. ഓ ഞാൻ ആയിക്കോട്ടെ. ഇതിന് വീഴും. അങ്ങനെ ബർഗർ കിങ്ങിൽ കയറി ഞങ്ങൾ 4 പേരും ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീസി ബർഗറാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ബർഗറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അടുത്തത് പോയത് ഞങ്ങൾ KFCയിലേക്കാണ്. അപ്പോൾ 3 പേരും കൂടിയും അടുത്ത ഓർഡറുകളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ 3 പേരും കൂടിയും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചിക്കൻ വരാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ KFCയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കണോ വേണ്ടതെന്ന് അറിയില്ല. ഇനിയും ആദ്യത്തിന് വിശക്കുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി KFCയും കൂടി കഴിച്ചിട്ട് ഇനി നമുക്ക് അടുത്തത് എവിടേക്കാണ് പോകണേന്ന് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത KFC എത്തിയിട്ടുണ്ട്, പെപ്സി എത്തിയിട്ടുണ്ട്, 12 പീസാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ചിക്കൻ കഴിക്കാം അല്ലേ. പ്ലേറ്റാണ് ഏറ്റവും വലിയ ഒരു നല്ല പ്ലേറ്റ് പോലും തരാൻ പറ്റില്ല. കണ്ട ഉണക്ക കുഞ്ഞാവയ്ക്ക് പോലല്ലേ ഇത്രയും ചെറിയ പ്ലേറ്റ്. കഴിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു പാടെ പ്ലേറ്റിലാണ്.
അങ്ങനെ KFCയോടുകൂടി ഇന്നത്തെ പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തേന് വിശപ്പൊക്കെ മാറി നല്ലോണം വയറ് നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാൽ വിശപ്പ് മാറി വയറ് നിറഞ്ഞ ചിക്കനൊക്കെ ബാക്കിയായെങ്കിലും അടുത്തത് അവൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സെയിൻ ലാബാനിൽ പോകണമെന്ന്. പക്ഷേ ഇന്ന് സെയിൻ ലാബാനിൽ പോകണില്ല, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഇന്ന് ആദ്യത്തിൻ്റെ ബർത്ത്ഡേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.